ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4 പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെയും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാറിനെയുമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് എൻ വിജയകുമാർ സമർപ്പിച്ച ജാമ്യഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, 4 പ്രതികളെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. തുടർ നടപടികൾ എന്തൊക്കെയാണ്? അന്വേഷണ സംഘം എന്താണ് ഉദ്ദേശിക്കുന്നത്? അമൃത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെയാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് പ്രൊഡക്ഷൻ വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 3 പ്രതികളെ അങ്ങനെ ഹാജരാക്കിയിരിക്കുന്നത്. ഒരു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അനുവദിച്ച് നൽകുകയും ചെയ്യും. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക. കാര്യം ഇവരുടെ മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള എസ് ശ്രീകുമാറിനെ കൂടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശ്രീകുമാറിനെ ഹാജരാക്കിയിരിക്കുന്നത് ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് റിമാൻഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഹാജരാക്കിയിരിക്കുന്നത്. 14 ദിവസത്തേക്ക് കൂടി സ്വാഭാവികമായ നടപടി കടക്കുകയും ചെയ്യും. 2 ദിവസം മുൻപ് പിടിയിലായിട്ടുള്ള വിജയകുമാർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അതും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ കൂടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വാദം കേൾക്കുന്നതിന് വേണ്ടി അതിന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത. ജനുവരി 7-നാണ് എൻ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിലും ഒരു വിധി വരുന്നത്. എന്തായാലും പ്രതികളെ ഇന്ന് 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലേക്ക് നൽകുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ആ ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘവും പരിശോധിക്കുന്നത്. അമൃത.